ഹലോ ഗൈസ്, പടിഞ്ഞാറ്റിങ്ങര ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനുള്ളവർ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനുള്ളവർ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും പ്രശ്നമാണ് ചാനലിൽ നിന്ന് സബ് കുറയുന്നുണ്ടെന്നുള്ള പ്രശ്നം. ഇപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കറിയാവുന്ന എൻ്റെ റീസണിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, പുതിയ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് വരുന്നുണ്ട്. 500 സബ്സ്ക്രൈബർ ഉള്ളവരുണ്ട്, 1000 സബ്സ്ക്രൈബർ ഉള്ളവർ, 200 സബ്സ്ക്രൈബർ ഉള്ളവരുണ്ട്. അപ്പം അവരെല്ലാം ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, പല ആൾക്കാരും വന്ന് സബ് ചെയ്തിട്ട് ഇന്നും എനിക്ക് അതുപോലൊരു മെസ്സേജ് വന്നു. സബ് ചെയ്തിട്ട് ഞാൻ കൂട്ടാക്കി, ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, എന്നെ തിരിച്ച് കൂട്ടാക്കുമോ, പിന്നെ ഞാൻ 24 ഹവേഴ്സിനുള്ളിൽ വരാം എന്നൊക്കെയുള്ള മെസ്സേജ്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. യൂട്യൂബ് പോളിസി അത് അനുവദിക്കുന്നില്ല. അപ്പം എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ സബ് ചെയ്യണമെങ്കിൽ സബ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ചെയ്ത് നിങ്ങളുടെ ഉള്ള സബ്സ്ക്രൈബറിനെ കൂടെ ഇല്ലാതാക്കരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 6 സബ്സ്ക്രൈബറെങ്കിലും നിങ്ങളുടെ മിനിമം പോയിരിക്കും. നിങ്ങൾ പോലും അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് പോളിസി ഇത് അനുവദിക്കുന്നില്ല. ഇങ്ങനെയുള്ള മെസ്സേജുകൾ ചെയ്യാൻ ഇത് അനുവദിക്കുന്നില്ല. നിങ്ങൾ സബ്ബാക്കി നിങ്ങൾ നമ്മൾ എങ്ങനെ ചെയ്യുമോ അതേ രീതിയിൽ വീഡിയോയോ കമൻറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ സ്പാം മെസ്സേജുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം വരുന്നുണ്ട്, ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്താലും നിങ്ങളുടെ ചാനലിനെ അത് ബാധിക്കും. അതുകൊണ്ട് നിങ്ങളത് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക മാക്സിമം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ സബ് കൂടാനുള്ള വഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോയുടെ ക്ലാരിറ്റി, നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻറ്റ്, നിങ്ങളുടെ സൗണ്ട് ക്ലാരിറ്റി എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ചാനലിൻ്റെ സബ് കൂടുന്നതായാലും നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുന്നതായാലും എല്ലാം നിങ്ങൾ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും നിങ്ങളുടെ വീഡിയോയുടെ മുന്നോട്ടുള്ള പോക്കും. അത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എൻ്റെ അറിവിലുള്ള റീസൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം ഓക്കെ, നന്ദി, നമസ്കാരം.